ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പ്രത്യേക സ്ഥലം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ കോൺഗ്രസിൽ പ്രതിഷേധവും അമർഷവും ഒക്കെ പുകയുകയാണ്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസിന്റെ ആരോപണവും ഉയർന്നു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയമായ നടപടിയെന്ന് ശിരോമണി അകാലിദളും വിമർശിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് വീണ്ടും ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ശരിക്കും അദ്ദേഹം നടക്കുമ്പോൾ പോലും ഒരാൾക്കും ഒരു പ്രശ്നമുണ്ടാകരുത്, ശല്യമുണ്ടാകരുതെന്ന് വിചാരിച്ച് നടന്ന ഒരു വ്യക്തിയുടെ മരണശേഷം ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഏറെ സങ്കടകരമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിന്റെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ, പ്രധാനമന്ത്രി എന്ന തലത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് രാജ്യം ഇന്ന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വിവാദം ഇങ്ങനെ പുകയുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന് ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമടക്കം രേഖപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അത് ശക്തിസ്ഥലിലോ വീർഭൂമിക്കോ സമീപമായി ഒരു പ്രത്യേക സ്ഥലം ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗിന് അനുവദിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗിനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇന്നലെ രാത്രി വ്യക്തമാക്കിയത് 11:45 നിഗംബോധ് ഗഡിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നായിരുന്നു. ഇതിലാണ് ഇപ്പോൾ വലിയ വിവാദം ഉയർന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയമായ നടപടി എന്ന് ശിരോമണി അകാലിദളും വിമർശിച്ചിരിക്കുകയാണ്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ ബോധപൂർവ്വം അപമാനിച്ചു എന്നാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിലവിലെ വിവാദം അനാവശ്യമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്മാരക സ്ഥലം അനുവദിക്കുമെന്നും ഇക്കാര്യം കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകൾ ഒരിടത്ത് നടക്കട്ടെ, മറ്റ് സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സമയങ്ങളിൽ അത് വേണ്ട രീതിയിൽ ഇടപെടുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുടുംബത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ കത്തുമ്പോൾ BJP ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ സ്മാരകം ഇതുവരെ നിർമ്മിച്ചു നൽകില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു നരസിംഹറാവുവിന് വേണ്ട പരിഗണനയും അംഗീകാരവും നൽകിയതെന്ന ഒരു മറുപടിയാണ് ഈ വിഷയങ്ങളിൽ ഇപ്പോൾ BJP എന്തായാലും നൽകിയിരിക്കുന്നത്. മൻമോഹൻ സിംഗ് വിട പറയാൻ ഏതാനും മണിക്കൂറുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനു മുൻപായി തന്നെയാണ് ഇപ്പോൾ ഈ നിലയിലുള്ള ഒരു വിവാദം എന്തായാലും പുകയുന്നത്.